ഹായ് മുത്തുമണീസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ പോകണില്ല കേട്ടോ. ഇന്ന് മാമൻ്റെ മോൾ 9ാം മാസത്തിൽ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ പോകണില്ല. അപ്പോൾ അതിന് പോകേണ്ട തിരക്കിലാണ്, ഒരുങ്ങാണ്. അപ്പോൾ പോയിട്ട് വരാം. ഈ വീട് തന്നെ ഉണ്ടോ? നമ്മളെ വീടിൻ്റെ ഇപ്പുറത്തെ വീട് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകണേ. അപ്പോൾ അവിടുന്ന് കാണാം. അതെ, അവിടെ അങ്ങനെ ഇതായി പൊന്തി അങ്ങോട്ട് ഞാടോ ഇങ്ങോട്ട് വന്നില്ല. മുന്നേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് പോയതായിരുന്നു. ഇന്ന് അവരിങ്ങോട്ട് വരികയാണ് കേട്ടോ. ഏതായാലും സെറ്റും മുണ്ടൊക്കെ എടുത്ത് സൂപ്പറായിട്ടുണ്ട്. വെള്ളക്കലക്കൽ തുടങ്ങിയിട്ടുണ്ടോ? മാമയൊക്കെ വെള്ളം കലക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മാമന്റെ മോളാണ് കേട്ടോ. ഇത് ചെറിയ മാമന്റെ മരുമോളാണ്. ഒന്ന് കാണിച്ച് ഹായ് കാണിച്ചേടി. ഇത് മാമി അമ്മായി, ഇത് വല്യമ്മായി. അല്ല, ഇതാരാണ്? ഇതാരാണ്? ഹായ് പറഞ്ഞ. ആ ഹായ് ഹായ് ഹായ്. അമ്മ എപ്പോ തുടങ്ങിക്കണ വള്ളം കലക്കല് അറിയോ? കഴിഞ്ഞിട്ടില്ലേ വള്ളം കലക്കല്? അതെ, ഏകദേശം പകുതി ആയിക്കണ. ഓളെന്നെ കുടിക്കണ്ടാവട്ടെ. അപ്പൊ ഇത് എല്ലാരും ഒത്തുകൂടിയല്ലേ, എല്ലാരും നല്ല വർത്താനത്തിലാണ് കേട്ടോ. ഇത് ഇവിടുത്തെ വലിയ മോളെ ഭർത്താവാണ് കേട്ടോ ആയിരിക്കുന്നത്. ഇവിടെ അമ്മായിൻ്റെ ചേച്ചിയുണ്ട്, മോനുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതാ അമ്മ ഇതായിരിക്കണേ, അമ്മായി ഉണ്ട്, വിജി ചേച്ചി, എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പണികളൊന്നുമില്ല, ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം സംസാരിച്ചിരിക്കുകയാണ് എല്ലാവരും. അനുട്ടിയൊക്കെ വരുന്നുണ്ടല്ലോ, കുഞ്ഞാറ്റ അനുട്ടി. ശ്രീകുട്ടീനെ കണ്ടില്ല? ശ്രീകുട്ടിയുണ്ട്. ആ ശ്രീകുട്ടിയുണ്ട്. ടാറ്റാട്ടിക്ക മോളെ ടാറ്റ. ആ വിച്ചുട്ടായിയെ ടാറ്റാട്ടിക്ക. ആ കാശിയെ ടാറ്റാട്ടിക്ക കാട്ട്. ഇതിപ്പോ എന്താണ്, ചെരിപ്പുണ്ടോ? അതിനൊക്കെ അങ്ങനെ ഞങ്ങൾ വെള്ളം കലക്കലൊക്കെ കഴിഞ്ഞു. ഞാനല്ല കേട്ടോ കലക്കിണ്ടായിരുന്നത്. പിന്നെ മാമേൻ്റെ മരുമോളും മോളൊക്കെയാണ് കേട്ടോ വെള്ളമൊക്കെ കലക്കിണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കി. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, വെള്ളമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അടിപൊളി. പിസ്തയല്ലേ കേട്ടോ, ഇത് ബദാമോ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സൂപ്പറായിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മധുരം കുറവാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കുറച്ചും കൂടി മധുരം ഇട്ടു അവൾ. എടുത്തിമ പറഞ്ഞു കുറച്ച് മധുരം കുറവാണെന്ന്. അപ്പോൾ അത് കാരണം കുറച്ചും കൂടി മധുരം ഇട്ടു കേട്ടോ. ഏതായാലും അടിപൊളിയായിരുന്നു, കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി എന്തായാലും പരിപാടിയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇവരെ വിളിക്കണം വെള്ളമൊക്കെ കലക്കാൻ. സൂപ്പറായിട്ട് വെള്ളമൊക്കെ ഉണ്ടാക്കും. ഒരു കുരുവിക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ മാമേൻ്റെ സിറ്റ് ഔട്ടിലായിട്ട്. ആടാ കിളി ഉണ്ടാക്കിയതാടാ, നോക്കി ചെറിയ കിളിക്കൂടില്ലേ. കിളിണ്ടോ? അതിലൊന്നും അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, മേലെ കയറി നോക്കിക്കോളി. അതില് നോക്കാം, കിളി ഉണ്ടോ പോയോക്ക. കിളി ഉണ്ടടി. ആമിയെ നോക്കി, ആമി കേട്ടോ. ആമിയെ ഇങ്ങോട്ട് നോക്കട്ടെ. ഇതൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കണേ.
ആമിയെ ഒരു ഉമ്മല്ലോ ഉമ്മനെന്താ ഞാൻ എന്നെ നുള്ളൂല അല്ലെങ്കിൽ ഞാൻ നുള്ളു ഉമ്മട്ട് അല്ല നിങ്ങൾ ഇപ്പൊ തന്നെ ചോറിനായിരുന്നോ? എവിടെ ഗെയിം ഇന്നലെ കരഞ്ഞോ? ഗെയിം കളിക്കും. ഏടത്തിയമ്മ എന്നോട് കൊറേ നേരം ഇന്ന വീഡിയോ എടുക്കുക അറിയണ്. സിനിമ പേര് കളിച്ചു. ഏടത്തിയമ്മയും മക്കള് സിനിമ പേര് കളിക്കുന്നു കേട്ടോ. അപ്പത്തിന് ഇതാ അവര് വന്നിട്ടുണ്ട് കേട്ടോ. അവരെ വീട്ടിൽ നിന്ന് വന്നു. വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ബിരിയാണി പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓർഡർ ചെയ്തതാണ് എന്നുള്ളത്. അപ്പോൾ മന്തി ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ മന്തി ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണി വേണ്ടാത്തവർക്ക് പിന്നെ മന്തിയും കഴിക്കാം. അപ്പോൾ രണ്ടും നമ്മൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സൂപ്പറാണ്. ചോറിനായിരുന്നു വന്നവരൊക്കെ ചോറിനായിരുന്നു. നന്ദൊന്ന് ആക്റ്റീവായിട്ടുണ്ട്. അടിപൊളിയായിട്ട് വളമ്പാനൊക്കെയാണ് കേട്ടെന്ന് കണ്ടിട്ടോ. മാളോ ഹരി ഹായ് പറഞ്ഞേ. ഹായ്. ആ ആ ആ നിങ്ങളൊരു ഹായ് പറഞ്ഞോളി ഏതായാലും. ചേച്ചി ആ ഇതെന്താ ലിഞ്ചു റെഡി? ഇതെന്താ ലിഞ്ചു? കളയാതെ എടുക്കട്ടോ, കളയാതെ എടുക്കട്ടോ. ആ കളയാതെ എടുക്ക. ആ ഇറ്റങ്ങളൊരു പിടുത്താണ് പിടിക്കുന്നുണ്ട് കേട്ടോ. ദൈവേ ഇവര് വേറെ ലെവലാണ്. ഇവരെ ഫുഡിൽ ഇവരപ്പം കഴിക്കാതിരുന്നാല് ആ രണ്ട് പാത്രം ഒയ്യണം കേട്ടോ. ഏതായാലും അമ്മ ബിരിയാണിനാണ് മന്തി നോക്കി. നല്ല രസമുണ്ട്. മന്തി രസല്ലേ? ചേച്ചിക്ക് വെറും ചോറ് വേണോ? രഞ്ജിത്തേട്ട കുട്ടികളപ്പാണല്ലോ. ആ റിച്ചുട്ടായിക്ക് കിട്ടിയിട്ടുണ്ട്. കോളടിച്ചിട്ടുണ്ട്. ഏത് അതിൻ്റെതാണല്ലേ? ഞാൻ മന്തി ഞാനാ ഉണ്ടാക്കിയത്. രഞ്ജിത്തേട്ട എങ്ങനെയുണ്ട്? മന്തി രസല്ലേ? അത് ഞാനാ. അതും തിന്നോക്കെ ഞാനാ ഉണ്ടാക്കിയത്.
അതെ ഒന്നും കഴിക്കാൻ പറ്റില്ല ഈ ബിരിയാണി ചോറുണ്ട്. കുഴങ്ങി ബിരിയാണിയാ എന്താ കഴിച്ചത്? മന്തി കുറച്ചല്ലേ? വെറുതെ അല്ല മുല്ലപ്പൂ ഒന്നും വെക്കണ്ടായിരുന്നത്. ഈ കോലല്ലേ? ചോറുണ്ട് കുഴങ്ങി. എങ്ങനെയുണ്ട് ഫുഡ്? ശരിക്കും പിടിച്ചോളിട്ടോ. ശരിക്കും കൊടുത്തോളി, ശരിക്കും കൊടുത്തോളി. അങ്ങനെ ഞങ്ങൾ ചോറിനായിരുന്നു കേട്ടോ. അപ്പത്തിന് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കാണ് ഏട്ടൻ വന്നത്. അങ്ങനെ ഞങ്ങൾ ചോറിനായിരുന്നു. ഒരു പോയതിന് ശേഷം ആൾക്ക് എടുക്കണം. അമ്മയ്ക്ക് ഫോൺ കൊടുക്കണം. ഇങ്ങനെ വൈകുന്നേരം വിളിക്കരുത് തിരക്കുള്ള മാറും. രണ്ട് മക്കൾ വന്നു. നമ്മളങ്ങനെ കല്യാണത്തിന്റെ അന്ന് ഇങ്ങനെയൊന്നും കാട്ടിയില്ലല്ലോ. പിന്നെ വന്നു ഞാൻ മില്യൺ കിട്ടും. മില്യൺ സബ്സ്ക്രൈബർ പുഡിങ്ങുള്ളത് അച്ഛനക്ക് സുഖം ഞാനേ വാലിട്ട പോലെ എല്ലുകൊള്ളല്ലോ. അങ്ങനെ അവർ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കണ കഴിഞ്ഞിട്ട് ഇറങ്ങാറുണ്ട്. പിന്നെ കുറേ വൈകി. അങ്ങനെ അവരിറങ്ങി കേട്ടോ. അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത അങ്ങനെ ചടങ്ങുണ്ട്. മീനു ഹോസ്പിറ്റലിലേക്കാ നേരെ. ഷാജിയേട്ടനും അയിമ കൊള്ളിട്ടങ്ങൾ നാലാളെയും കൂടി കൊണ്ടോ. പാവേടത്തിയമ്മ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടെ ഒന്നിന്. അങ്ങനെ ചിലവരൊക്കെ പോവല് തുടങ്ങി കേട്ടോ. അമ്മായിൻ്റെ ആങ്ങളേൻ്റെ ഭാര്യയൊക്കെയാണ് കേട്ടത്. അപ്പോൾ അവരൊക്കെ പോവുകയാണ്. അങ്ങനെ ചേച്ചിമാരും ഇറങ്ങി കേട്ടോ. ഇത് ചെറിയമ്മേൻ്റെ മക്കളാണ് കേട്ടോ. അമ്മേൻ്റെ അനിയത്തിൻ്റെ മക്കളാണ്. അപ്പോൾ അവരെ കല്യാണം കഴിച്ചത് ഒരാൾ നിലമ്പൂർ, ഒരാൾ എടക്കരയാണ് കേട്ടോ. അപ്പോൾ വീട് ഇവിടെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെയാണ്. എന്നാലും വീട്ടിലൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവരങ്ങോട്ടാണ് കേട്ടോ ഇപ്പോൾ പോണത്.
കുറച്ച് കഴിഞ്ഞാൽ പോവും. ആ ശരിയാ. ആ അമ്മേ ഇതിപ്പോ ശരി. സൂൺ ലച്ചുട്ടിക്കില്ലേ? ചേച്ചിക്കൊന്നും അല്ലാന്നൊക്കെ പറയണ്ട. എന്തായാലും പ്ലേറ്റിലാണ് എടുക്കണത്. ഐസ്ക്രീം കിട്ടിയോ? ആകണ ഐസ്ക്രീം. അങ്ങനെ പരിപാടിയൊക്കെ ഉഷാറായിട്ട് അവസാനിച്ചു കേട്ടോ. കുറേ ആൾക്കാർ പോയി, ഇനിയും കുറേ ആൾക്കാർ പോവാണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇത് ചെറിയ മാമയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. പിന്നെ അതേമാതിരി ഇതിവിടെ വലിയ മോളെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ കുറച്ച് വൈകുന്നേരം കേട്ടോ പോവുള്ളൂ. മാമി അമ്മായിയൊക്കെ കുറേ വൈകി കേട്ടോ ചോറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ.